ഹായ് സോൾ, സുഭാഷ് ടാരോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ കറൻറ്റ് ഫീലിംഗ് ആണ്. ഈ വീഡിയോ എപ്പോഴാണ് കാണുന്നത് ആ ടൈം. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, നൈറ്റ് ഓഫ് സോർട്സ് ആണ് വന്നിരിക്കുന്നത്. 4 ഓഫ് കപ്സ് അതിൻ്റെ കോൺഫ്ലിക്റ്റ് വന്നിട്ട് 5 ഓഫ് വാൻസ്, പേജ് ഓഫ് കപ്സ്, നൈറ്റ് ഓഫ് കപ്സ്, ദ എംബറർ, 3 ഓഫ് പെൻഡിക്കിൾ, ജസ്റ്റിസ് ആൻഡ് 4 ഓഫ് വാൻസ്. ദ ലവേഴ്സും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ റീഡിങ് എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ നോക്കാം. ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് സോൾസാണ് വന്നിരിക്കുന്നത്. നൈറ്റ് ഓഫ് സോൾസിൻ്റെ കാർഡ് എന്ന് പറഞ്ഞാൽ നല്ല കാറ്റ് വീശുന്നുണ്ട്. ആ ഒരു കാറ്റിൻ്റെ ആ ഒരു വേഗത നമുക്ക് കാണാൻ സാധിക്കും. ഒരു മരം ഇങ്ങനെ ഇതാവുന്നത് മാത്രമല്ല, ആകാശങ്ങളിലെ മേഘങ്ങളൊക്കെ അങ്ങോട്ടേക്ക് ഒരു നീങ്ങിപ്പോകുന്നതും പടച്ചട്ടൊക്കെ ഇട്ടിട്ട് ഒരാൾ കുതിരമ്പ് പോകുന്നൊരു സീനാണ് കാണുന്നത്. അപ്പോൾ ഇതിൽ സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു വ്യക്തി പെട്ടെന്ന് നിങ്ങളിലേക്ക് വരണം എന്നുള്ളൊരു തോട്ട്സാണ്. പെട്ടെന്ന് തന്നെ നിങ്ങളടുത്തേക്ക് വന്നിട്ട് കാര്യങ്ങൾ പറയണം. ഓക്കെ, ആ ഒരു സിറ്റുവേഷനിലാണ് അവർ. മാത്രമല്ല, അവർക്ക് ബാക്കിയുള്ള കാര്യത്തിനോടൊന്നും ഒരു പ്രതിബദ്ധതയില്ല, ഒന്നും അവർ നോക്കുന്നില്ല. നിങ്ങളെ മാത്രമാണ് മനസ്സിൽ ചിന്ത. ആ ഒരു സിറ്റുവേഷനിലാണ് അവർ നിൽക്കുന്നത്. ഓക്കെ, വേറൊന്നും വേണ്ട. മാത്രമല്ല, അവരുടെ മൈൻഡിലൊക്കെ കോൺഫ്ലിക്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് മത്സരം മാത്രമല്ല, എന്താ പറയുക, ചിന്തകൾക്ക് ഭയങ്കര ഒരു കോൺഫ്ലിക്റ്റ് ലെവലിൽ ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. എന്ത് തീരുമാനമെടുക്കണം എന്നുള്ളതൊക്കെ ചിലപ്പോൾ വീട്ടുകാരോട് അവർ കോൺഫ്ലിക്റ്റ് ചെയ്യുന്നതായിരിക്കാം. എനിക്കിഷ്ടപ്പെട്ട ആളെ കൂടെയല്ലേ എനിക്ക് ജീവിക്കേണ്ടത് എന്നുള്ളൊരു സിറ്റുവേഷനിലാണ്. പേജ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ അവർ കപ്പ് ഓഫർ ചെയ്യണം, നിങ്ങളോട് സംസാരിക്കണം. റൊമാൻസാണ് ഇവിടെ വന്നിരിക്കുന്നത്. നൈറ്റ് ഓഫ് കപ്സ് നിങ്ങളോടെല്ലാം വന്ന് തുറന്ന് പറയണം എന്നവർക്കുണ്ട്. അതല്ല, ഒരു കപ്പ് ഓഫർ ചെയ്യണം, നിങ്ങളെ പ്രപ്പോസ് ചെയ്യണം എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ദ എംബററാണ് വന്നിരിക്കുന്നത്. എംബറർ എന്ന് പറഞ്ഞാൽ മെച്യൂരിറ്റി പവറുള്ളൊരു വ്യക്തിയാണ്. സ്വന്തം കഴിവിനെ വിശ്വാസമുള്ളൊരു വ്യക്തിയാണ്. മാത്രമല്ല, കുറച്ച് ഈഗോസ്റ്റിക്കാണ് ആൾ. എന്ത് കാര്യം സ്വയം തീരുമാനമെടുക്കാനുള്ളൊരു മെച്യൂരിറ്റി ആൻഡ് പവർ ഉള്ളൊരു വ്യക്തിയാണ്. ആ ഒരു സിറ്റുവേഷനിലാണ് അവർ നിൽക്കുന്നത്. ഓക്കെ, മാത്രമല്ല, അവർ 4 ആളോട് അഭിപ്രായങ്ങൾ ചോദിക്കുകയും അതിനെപ്പറ്റി വിവരിക്കുകയും അതിനെപ്പറ്റി കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കുകയും ഒബ്സർവ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്താണ് മുന്നോട്ട് ഇനി എന്നുള്ളത്. നോയ്സ് ഉണ്ടാവും കേട്ടോ, ക്ഷമിക്കണം. ജസ്റ്റിസ് ആണ് വന്നിരിക്കുന്നത്. ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യത്തിൽ, നിങ്ങളുടെ ഈ ഒരു ലവ് ലൈഫ് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കൊരു ജസ്റ്റിസ് വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. മാത്രമല്ല, അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഇതൊന്നൊരു വിവാഹത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ, ഇത്ര സന്തോഷകരമായിട്ടുള്ളൊരു നിമിഷം വന്നിട്ടുണ്ടെങ്കിൽ ഇത്രയും ആശ്വാസമായിരുന്നു എന്നുള്ളൊരു ചിന്ത. ഓക്കെ, ആ ഒരു രീതിയിലാണ് നിൽക്കുന്നത്. നിങ്ങൾ ഒരു ലവേഴ്സിൻ്റെ എനർജിയാണ്. മാത്രമല്ല, ഡിവൈൻ കണക്ഷനാണ്. സോൾമേറ്റ് ആയിരിക്കാം, ട്വിൻ ഫ്ലെയിം ആയിരിക്കാം, വാട്ടെവർ. അത് നിങ്ങളുടെ കണക്ഷൻ പോലെ ഇരിക്കും. മാത്രമല്ല, നൈറ്റ് ഓഫ് പെൻഡിക്കിളാണ് വന്നിരിക്കുന്നത്. അവർ നിങ്ങളെ ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. അവരും എന്താ പറയുക, ഒരു സ്റ്റെക്നെസ്സിൽ നിന്നൊരു മൂവ് ഓണിലേക്ക് വരണം എന്നുള്ള ഇതിലാണ് അവർ നിൽക്കുന്നത്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ സിറ്റുവേഷൻ.
ഓക്കെ, നമുക്ക് ഗൈഡൻസ് എന്താ നോക്കാം. സോറി, കാർഡ് എപ്പോഴും ഞാൻ ഷഫിൾ ചെയ്യുമ്പോഴും ഇതാവുന്നത് നിങ്ങളുടെ തോട്ടിനനുസരിച്ചിട്ടുള്ള. ഓക്കെ, ഞാൻ 3 കാർഡ് എടുക്കും കേട്ടോ. ക്വീൻ ഓഫ് വാൻസ്, ദ ലവേഴ്സ്, വീണ്ടും വന്നു ലവേഴ്സ്, കിങ് ഓഫ് വാൻസ്, 9 ഓഫ് കപ്സാണ് വന്നിരിക്കുന്നത്, ബോട്ടം ഔട്ടൊക്കെ ആൻഡ് ദ സ്ട്രെങ്ത്ത്. ഓക്കെ, ക്യൂന് വാൻസ് വന്ന് പറഞ്ഞാൽ ക്യൂനിൻ്റെ എനർജി നിങ്ങൾ നിൽക്കുക. ലവേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചുറ്റും സ്നേഹവുമുണ്ട്. ആ സ്നേഹത്തിൽ നിങ്ങൾ വിശ്വസിക്കുക, ട്രസ്റ്റ് ചെയ്യുക. നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങൾക്ക് സ്നേഹം കൊടുക്കുക, നിങ്ങൾ മറ്റുള്ളവർക്ക് സ്നേഹം കൊടുക്കുക. മറ്റുള്ള എന്ത് പ്രശ്നങ്ങളും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യുക എന്നാണ് പറഞ്ഞത്. കിങ് ഓഫ് വാൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലക്ഷ്യം അതെന്തുമാവട്ടെ അത് നിങ്ങളിലേക്ക് അടുക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കരുത്, നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക. നിങ്ങളിലേക്കുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് തന്നെ വരുന്നു എന്നാണ് യൂണിവേഴ്സ് തരും. ഓക്കെ, അതാണ്. അപ്പോൾ അതാണ് ഇവിടെ കാർഡ്സ്, 3 കാർഡ്സ് വന്നിരിക്കുന്നത്. ഓക്കെ, റൊമാൻസ് ആൻഡ് ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, നമ്മളത് സപ്രസ് ചെയ്ത് വെച്ചുകൊണ്ട് ഒരു കാര്യമില്ല. ഓക്കെ, അതാണ് ഇന്നത്തെ ഡിവൈൻ ആൻഡ് യൂണിവേഴ്സിൻ്റെ മെസ്സേജ്. നിങ്ങൾ മറ്റുള്ളവർക്ക് സ്നേഹം കൊടുക്കുക, മറ്റുള്ളവരിൽ നിന്ന് നിങ്ങളും സ്നേഹം സ്വീകരിക്കുക, ട്രസ്റ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളിൽ വിശ്വസിക്കുക. ഓക്കെ, അതാണ് ഇവിടെ സെൽഫ് ലവും ചിലർക്ക് പറയുന്നുണ്ട്. സ്വന്തം കഴിവിനെയും സ്വന്തം മനസ്സിനെയും സ്വന്തം ആത്മാവിനെയും സ്നേഹിക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇന്നത്തെ റീഡിങ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു ആൾ. ബൈ. അടുത്ത വീഡിയോയുമായിട്ട് പിന്നെ വരാം.